ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് എക്സാം എല്ലാം കഴിഞ്ഞു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഒക്കെ നല്ലതായിരുന്നു. എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആക്ച്വലി ഒരു അസൈൻമെന്റ് ഇവൾക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തുവാ ഫോണിനകത്ത് സ്പേസ് ഒക്കെ ഉണ്ടോ നോക്കുന്നത്. ഞാൻ കാലം കൂടെയൊക്കെ പിടിച്ചോണ്ട് അവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഗൈസ് പോകുന്നത്. ഫോട്ടോ എല്ലാ ആംഗിളിൽ നിന്ന് ഏത് ആംഗിളിൽ നിന്ന് എടുത്താൽ റെഡി ആവുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ചോദ്യം ചോദിച്ചാ ചോദ്യം ഒന്നുകൂടെ ചോദിച്ചേ. പറടാ, രസമല്ലേ, പറ. ഓക്കെ, അപ്പൊ അസൈൻമെന്റ് ഇവളുടെ എന്തുവാണെന്നൊന്നും ഞാൻ ചെറുതായിട്ടൊരു ഐഡിയ തരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കോളേജിലെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിലെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ എല്ലാ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള എല്ലാ എക്യുപ്മെന്റ്സിന്റെയും ഫോട്ടോ എടുക്കുക, എന്നിട്ട് അതിന്റെ ബേസിസിൽ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ സിവിൽ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, അപ്പൊ അവൾക്കുള്ള ഒരു അസൈൻമെന്റ് ആണ്. അപ്പം ഞങ്ങൾ എക്സാം കഴിഞ്ഞ ദിവസം തന്നെ അതാണ് തീർത്ത് വെച്ചാൽ ആ പരിപാടി തീരുമല്ലോ എന്നും പറഞ്ഞ് ഇവൾ എന്നെ വിളിച്ചു. ഇവളിങ്ങനെ എത്തി നോക്കുകയാണ് ഓരോ ക്ലാസ്സുകളിലൊക്കെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങുമായിരിക്കും, റെഡ് കളർ കണ്ടാൽ പെട്ടെന്ന് ഒരു സ്റ്റോപ്പും ഫോട്ടോ എടുക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ ഫ്ലോറിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ഫയർ എക്സിറ്റ് കണ്ടത്. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് മേലിൽ പോവാം, കാരണം മേലിലും അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ മേലിലോട്ട് ഓടി. അപ്പം മേലിലും താഴേലും അത് ആക്ച്വലി ഒരു 5-6 നിലയുള്ള ഒരു ബ്ലോക്കാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെപ്പ് കൂടെ ഓടി നടക്കുമായിരുന്നു. പിന്നെ 2 പേരുണ്ടായിട്ട് ഒരു രസമാണല്ലോ. ഈ സാധനമാണോ ഈ സാധനം? The power of lighting. നമുക്കറിയാം വിളിച്ചാൽ ഉപകാരപ്പെടുന്നത് ആകെ ഫ്രണ്ടാവും അല്ലേ? കൺഫ്യൂഷൻ ഇല്ലാതെ എന്റെ ജീവിതം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനും ബൈബായി പറഞ്ഞാൽ അടുത്ത ഫ്ലോറിലോട്ട് പോകാം. അതെന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല കേട്ടോ, അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലല്ലോ, ആരോ അനാഥമാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എത്ര വർഷം മുമ്പത്തെ ആയിരിക്കും. അവരൊക്കെ നല്ല പിള്ളേരാ. ചത്ത കൊട. ആരോ ലവ് ലെറ്റർ വായിക്കാൻ ശ്രമിക്കുന്നു. Thank you for trusting us. Hope you like our products. Follow @toy.ruffles for more toys and gifts. ലവ് ലെറ്റർ ആണെന്ന് വിചാരിച്ചു. പക്ഷേ ഗിഫ്റ്റ് അയച്ചതിനകത്ത് താങ്ക് യു നോട്ട് അല്ലേ. എന്തൊക്കെയാണ് നമുക്കൊരു ഫ്ലോർ തപ്പിയാൽ കിട്ടാം. വലിയ വാതിലുണ്ട്, വേറെ ഒന്നുമില്ല. ഫയർ ഡു നോട്ട് യൂസ്. എൻ്റെ കൈ എഡിറ്റിംഗ് പറ്റും. ഇതിനിടയ്ക്ക് നമ്മൾ ഗൈസ് മമ്മീനെ വിളിച്ചിട്ട് എക്സാം എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അവൾ പിന്നെയും ഫോട്ടോ എടുക്കുവാണ്. എത്ര എക്സിറ്റ് കണ്ടെന്നറിയോ, ഇറങ്ങി പോകാനും പറ്റത്തില്ല. ഞങ്ങളിങ്ങനെ പറയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഓരോ ഫ്ലോറ് ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് ഗൈസ്. ലെഫ്റ്റിലോട്ട് എടി, ലെഫ്റ്റിലോട്ട് നിൽക്കണേ. അയ്യോ ആ ഓക്കെ. അങ്ങനെ ലെഫ്റ്റും റൈറ്റും ഒക്കെ നിന്നതിന് ശേഷം നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ് ഗൈസ്. എക്സിറ്റ് കാണാൻ മാത്രമേ യോഗമുള്ളൂ. ആ ബിൽഡിങ്ങിനെ പുറത്തിറങ്ങാൻ ഇപ്പോഴൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ പിന്നെയും ഫോട്ടോസ് എടുക്കുകയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ താഴത്തെ ഫ്ലോറിലോട്ട് വന്നപ്പോൾ കിളികളുണ്ട് കേട്ടോ, നല്ല കിളികളാണ്. നമ്മൾ വരുന്ന സമയത്ത് ക്യാമറ ഓൺ ആക്കുമ്പോൾ കൃത്യം എങ്ങോട്ടെങ്കിലും പറന്നു പോകുന്നതാണ്. അതിനിടയ്ക്ക് എനിക്ക് അലീന പറഞ്ഞു തരുമായിരുന്നു ഇത് എന്തിനുള്ളതാണെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം ചൂട് സമയത്ത് വെള്ളം വരുന്നതിനകത്തോടെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവളുടെ കൂടെ പോയപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ എനിക്ക് പറഞ്ഞു തന്നു. ചിലപ്പോൾ ഈ ലാബ് ഇവിടെ ഉണ്ടായോണ്ടായിരിക്കും നമ്മൾ നേരത്തെ കണ്ട് 2-3 പക്ഷികൾ ഇവിടെ തന്നെ പറന്ന് നടക്കും. വെള്ളത്തിന്റെ സാധനം ഗൈസ്, എന്റെ ബുദ്ധി വിമാനം തന്നെ. ഞാൻ ആ കിളികളെ നോക്കിക്കൊണ്ടിരുന്നപ്പോ അലീന പറഞ്ഞു ആ ഹീറ്റ് ലാബ് ഉണ്ടായോണ്ടാ എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ ഞാൻ വിചാരിച്ചു കിളികളുടെ കാര്യമാണ് അവള് പറഞ്ഞതെന്ന് വെച്ചാൽ അവൾ ആക്ച്വലി ഉദ്ദേശിച്ചത് ആ വെള്ളം വരുന്ന പൈപ്പ് അവിടെ കുറെ ഉള്ളത് ഹീറ്റ് ലാബ് ഉണ്ടായോ. എനിക്ക് ഇത്തിരി ബോധം വേണ്ടേ, പക്ഷികൾക്ക് വേണ്ടി കോളേജിൽ ലാബ് പണിയൂ. പ്രാവശ്യം പുറത്തേക്കുള്ള വഴി കാണുമ്പോൾ ഞാൻ പോവാൻ നോക്കും. പക്ഷേ അടുത്തടുത്ത സ്റ്റേഷനിലോട്ട് താഴോട്ട് ഇറങ്ങി പോകുന്ന അലീനയാണ് ഗൈസ് ഞാൻ കാണുന്നത്. നമുക്ക് ആ സൈഡിൽ കൂടെ പോകണം. അവിടെ ലാബ് ആ വഴി നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ CSCയുടെ നിങ്ങളുടെ ബ്ലോക്കില്ലേ, CSC ആ ബ്ലോക്കല്ല, ഐറ്റിയുടെ ബ്ലോക്കിലോട്ടൊന്നും അല്ലേ. എന്നാ നമുക്ക് മേളിൽ നിന്ന് കറങ്ങി ഇറങ്ങാം. സ്ഥലം കൊള്ളാം. പ്രത്യേകിച്ച് നമ്മൾ പോവാണ് തിരിച്ച്. കാണാൻ എന്ത് നല്ല സാധനങ്ങൾ മേളിൽ കിടക്കുന്നു. അന്ന് നമ്മൾ കയറിയതല്ലേ ഇൻഡക്ഷൻ പ്രോഗ്രാമിന് Day 4 നമ്മളിവിടെ കയറിയ. അതിങ്ങനെ കറങ്ങി കണ്ടില്ലായിരുന്നോ? നമ്മളൊരു എക്സിറ്റിനകത്ത് വന്നേക്കാണ് ഗൈസ്. നമ്മളിതിനകത്തോടെ എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ പുറം ലോകം കണ്ടിരിക്കുകയാണ്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബ്ലോക്കിൽ തന്നെ നടക്കുമായിരുന്നു. അപ്പം അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവളിതെന്തോ കണ്ടുകൊണ്ട് പോകുന്ന വരികയെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു. റെഡ് സാധനം എവിടെ കണ്ടാലും അവൾ അന്നത്തെ ദിവസം പൊക്കിയിട്ടുണ്ട്.
അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് നടന്ന് ക്യാൻറ്റീനിൽ വന്നു. ക്യാൻറ്റീനിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു ബനാന ബോളിയും അതുപോലെ തന്നെ കട്ടൻ കാപ്പിയും 2 ബിസ്ക്കറ്റും മേടിച്ചു. ബിസ്ക്കറ്റ് പിന്നീട് കഴിക്കാൻ വേണ്ടിയാ. ഇവിടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കണ്ടില്ല എന്ന് നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടില്ല എന്ന് കാണത്തില്ല ഇനി വീഡിയോയിൽ പറഞ്ഞു അനുസരിക്കുന്നവര്. അങ്ങനെ അലീനയോട് ബൈ പറഞ്ഞ് നമ്മൾ ജിമ്മിലോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഈ സ്റ്റേഴ്സ് ഇറങ്ങിയാണ് അങ്ങോട്ട് പോകാൻ. ദേ ജിം എത്തി. അപ്പോൾ ഇനി ഞാൻ ഇന്ന് എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള ആലോചനയിലാണ് ഇപ്പം നടക്കുന്നത്. 3:30 തുറന്ന എക്സാമാണ് ഗൈസ്. അങ്ങനെ 5:05 നമ്മൾ ഇതേ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, എല്ലാവരും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് കയറാണ്. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടിൽ വി മീറ്റ് അഗെയിൻ, സ്മൈൽ മൂവ് ആൻഡ് ബി യു.